Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. നമ്മുടെ കയ്യിലുള്ളത് Nokia G21 ആണ്. അപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇത് ആക്ച്വലി ഏപ്രിൽ അവസാനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ Nokia G21 എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 13,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിംഗ്. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അൺബോക്സിംഗ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നോക്കിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, അതായത് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലാണ്, അതായത് സ്റ്റോക്ക് UI ആണ് വരുന്നത്. അപ്പോൾ അവർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നോക്കിയ G21 എത്രത്തോളം നല്ലതാണ്, ഈ സ്പെസിഫിക്കേഷൻ എന്താ ഓഫർ ചെയ്യുന്നത്, അതേപോലെ ഇതിൻ്റെ ക്യാമറ ആസ്പെക്ട്സ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി. ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു ഏപ്രിൽ 20-ആം തീയതി കഴിഞ്ഞിട്ട് എന്താണ് ലോഞ്ച് ചെയ്തത്. നമുക്ക് ഇന്നാണ് ഡിവൈസ് കിട്ടിയത്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് ഒരു അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്ക് കിട്ടിയിരിക്കുന്ന Nokia G21 നീതി കാണാം. G21 ഒരു പടമുണ്ട് ഇവിടെ. പവേർഡ് ബൈ ആൻഡ്രോയിഡ്, നോക്കിയൻ്റെ ബ്രാൻഡിങ് കാണാം. ബോക്സിൻ്റെ ബാക്കിൽ മെയിൻ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. 50 മെഗാ മെയിൻ ക്യാമറ, 2 മെഗാ മാക്രോ, 2 മെഗാ ഡെപ്ത്, നൈറ്റ് മോഡ് ഉണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്, 8 മെഗാ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അപ് ടു 3 days ഓഫ് ബാറ്ററി ലൈഫ് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം നോക്കിയൻ്റെ ഫോൺസ് പൊതുവേ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയത് തന്നെ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ 3 day ബാറ്ററി ലൈഫ് എന്നാണ് നോക്കിയ ക്ലെയിം ചെയ്യുന്നത്. അറൗണ്ട് 5050 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അപ്പോൾ 3 days ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു അപ് ടു 2 days ഒക്കെ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യും. കാരണം ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. പിന്നെ 18 watt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പൊതുവേ നോക്കിയ 10 watt ഒക്കെയാണ് തരാറ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ 18 watt കുഴപ്പമില്ല. USB Type-C ചാർജിങ് പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്, 6.5 inches ഡിസ്പ്ലേ ആണ്, 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ. 13,000 രൂപയ്ക്ക് HD+ ഉള്ളൂ. അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പറയാം. കാരണം ഫുൾ HD സെഗ്മെൻറ്റിലാണ് HD+ വരുന്നത്. പിന്നെ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. പിന്നെ 2 years ഓഫ് OS അപ്ഡേറ്റ്സും 3 years ഓഫ് സെക്യൂരിറ്റി പാച്ചസുമാണ്. അതൊരു നല്ല ആസ്പെക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ 13,000 രൂപയ്ക്ക് സാധാരണ പ്രോമിസ്ഡ് അപ്ഡേറ്റ്സ് വരാറില്ല. അപ്പോൾ നോക്കിയത് ഒരു 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 years ഓഫ് പാച്ചസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അപ്പോൾ ആൻഡ്രോയിഡ് 12 കൊടുക്കാമായിരുന്നെങ്കിൽ അത് 2 വർഷം അപ്ഡേറ്റ്സ് വന്നാൽ 13ഉം 14ഉം കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 11 ഉള്ളൂ. അപ്പോൾ 12ഉം 13ഉം മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Nokia G21. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയാണ് വരും നോക്കാം. ഒരു സിം ഇജക്റ്റർ പിന്നാണ് ഇവിടെ. ഇതിനകത്താണ് സിം ഇജക്റ്റർ പിന്ന്. പിന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡാണ് ഇവിടെ ഉള്ളത്. ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതെ, ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമുക്കിവിടെ ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിനകത്ത് വേറെ ഒന്നും കാര്യമായിട്ട് എഴുതിയിട്ടില്ല. പ്രൊഡക്റ്റ് ഇൻഫർമേഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. നല്ലൊരു മെറ്റീരിയലൊക്കെ ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്, ക്യാമറയ്ക്കും ഒരു പ്രൊട്ടക്ഷനുള്ള ഒരു കേസാണ്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. 18 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നത് വെറും 10 watt ചാർജിങ് ആണ്. അത് പ്രോബ്ലി ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത എന്താണെന്നും കൂടി നോക്കാം. അതിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒരു USB Type-C ചാർജിങ് കേബിളും കൂടി വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഫോണൊന്ന് നമുക്ക് ബൂട്ട് ചെയ്യാം. ഇത് ആൻഡ്രോയിഡ് 1 ആണ്. ഇതിൽ കാണാം നമുക്ക് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ഡ്രോപ്പ് നോച്ചാണ്. പിന്നെ ബെസൽസ് ഉണ്ടല്ലേ, ചിഹ്ന് വളരെ അധികം ഉണ്ട്. ഇത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുറച്ച് അധികമാണ് ഡെഫിനറ്റ്ലി പറയും. സൈഡ് ബെസൽസ് കുഴപ്പമില്ല, മുകളിലും കുറച്ച് അധികം ഉണ്ട്. ഇവിടെ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. നോക്കിയ ബ്രാൻഡിങ് കാണാം. അപ്പോൾ നമുക്ക് ഡിസൈൻ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പവർ ബട്ടൺ കാണാം. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, വോളിയം കീസ് കാണാം. മുകൾ ഭാഗത്ത് 3.5 mm ഓഡിയോ ജാക്കും, താഴെ നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേയും, ഇവിടെ നമുക്ക് അഡീഷണൽ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടണും കൂടി ഉണ്ട്. അപ്പോൾ കാരണം ഇതൊരു ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിലെ ഡിവൈസ് ആയത് കാരണം അഡീഷണൽ ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് Nokia G21. അപ്പോൾ നമ്മൾ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. കാരണം നല്ലൊരു വൈബ്രൻസി ഒക്കെ വരുന്നുണ്ട്. എങ്കിലും ഇതൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെന്നാണ് നോക്കിയ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേയിൽ പോയി നോക്കാം.
സ്ക്രീൻ റിഫ്രഷ് റേറ്റ് കണ്ടില്ല, അഡാപ്റ്റീവ് അതായത് 90 ഹെർട്സ്, സ്റ്റാൻഡേർഡ് 60 ഹെർട്സ്. അപ്പോൾ ഇതാണ് റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. കാരണം കണ്ടില്ലേ സ്ക്രീൻ ഓപ്ഷൻസ് ഉണ്ട്, ഡാർക്ക് തീം ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് തീമും അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് UI കാര്യമായ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് യൂസ് ചെയ്തവർക്ക് ഇതൊരു നല്ല UI ആണ്. കാരണം കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, വേറെ തേർഡ് പാർട്ടി ആപ്സോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്സോ ടൂൾസോ ബ്ലോട്ട്വെയർസോ ഒന്നും തന്നെ ഇല്ല. അതേപോലെ കസ്റ്റമൈസേഷൻ പോലും ഒന്നും തന്നെ ഉണ്ടാവാറില്ല. വളരെ ക്ലീൻ UI ആണ്. ഇവിടെയും നമുക്ക് അതിനെയാണ് കിട്ടുന്നത്. അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കാണാം ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 4GB റാമും 64GB സ്റ്റോറേജും, 6GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ആയത് എനിക്ക് ഒന്നും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. ആകെ നെറ്റ്ഫ്ലിക്സ് മാത്രമേ പ്രോബ്ലി ഇൻസ്റ്റാൾഡ് ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ബാക്കി എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഗുണം. ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആട്ടോ. കാരണം വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു UI ആയിട്ട് എനിക്ക് തോന്നി. നല്ല റെസ്പോൺസീവ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പവർ ചെയ്തിരിക്കുന്ന യൂണിസോക്കിൻ്റെ T606 ഒക്ടകോർ പ്രോസസ്സറാണ്. അതൊരു എൻട്രി ലെവൽ ഒക്ടകോർ പ്രോസസ്സറാണ്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് തരുന്നത്. ആക്ച്വലി ഒരു 2 lakhന് താഴെയുള്ള ഒരു ആൻറ്റിറ്റ്യൂഡ് സ്കോറൊക്കെയാണ്. അറൗണ്ട് 1,80,000 എന്തോണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ. കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ചിപ്പ് സെറ്റാന്ന് പറയാം. പക്ഷേ എങ്കിലും 13,000 ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പ്രോബ്ലി കുറച്ചും കൂടെ ബെറ്റർ ആവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. എങ്കിലും നമ്മൾ ഫസ്റ്റ് യൂസേജിൽ എനിക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. കുറച്ച് കാലം യൂസ് ചെയ്താലേ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയറും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് വളരെ ക്വിക്കായിട്ട് ക്യാമറയും കൂടെ നോക്കാം. ഇതിനകത്തൊരു 50 MP പ്രൈമറി സെൻസറാണ് വരുന്നത്. അതേപോലെ ഒരു 2 MP ഡെപ്തും ഒരു 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു UI ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം കണ്ടില്ലേ, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ റെക്കോർഡിംഗ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് 1080p റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. അതേപോലെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Nokia G21 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ക്യാമറ സാമ്പിൾസ് ഉണ്ടെങ്കിലും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതിലും ബെറ്ററായ ക്യാമറ സാമ്പിൾസ് ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ് ക്യാമറ സാമ്പിൾസ്. പിന്നെ ഇതിനകത്ത് 5050 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. കാരണം നല്ലൊരു കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. അതേപോലെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Nokia G21 ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല 2-3 ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ കുഴപ്പമില്ല, നല്ലൊരു ഫിനിഷാണ് വരുന്നത്, മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. നോക്കിയൻ്റെ ബ്രാൻഡിങ് ആണെങ്കിൽ ക്യാമറ യൂണിറ്റിൻ്റെ ലേ ഔട്ടൊക്കെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, അതൊരു നല്ല ആസ്പെക്റ്റാണ്. ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോമിൽ സെക്യൂർഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നുണ്ട്, അതൊരു നല്ല ആസ്പെക്റ്റാണ്. ബാറ്ററി ലൈഫും നല്ലതാണ്. ഒരു ആവറേജ് ക്വാളിറ്റി ക്യാമറ എന്ന് പറയും. ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടുതലാണ്. അതായത് 4GB റാം 64GB സ്റ്റോറേജിന് വരുന്നത് 12,999, 6GB 128GB സ്റ്റോറേജിന് വരുന്നത് 14,999. അത് ഡെഫിനറ്റ്ലി ഓൺ ദ ഹയർ സൈഡാണെന്ന് പറയാം. പിന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, അതേപോലെ തന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് വലിയൊരു കുഴപ്പമില്ല, കാരണം ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. എങ്കിലും HD ഡിസ്പ്ലേ മാറ്റി ഫുൾ HD കൊടുക്കാമായിരുന്നു. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ എനിക്ക് തോന്നുന്നു കുറച്ച് വില കൂടിയൊരു ഡിവൈസായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? അപ്പോൾ എനിക്ക് ഡിസൈനും ഈ ഫിനിഷൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പ്രൈസിങ് വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. 2 വേരിയൻറ്റ് നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ Nokia G21 അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണുമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.